എല്ലാവർക്കും നമസ്കാരം. ജീവിതത്തിൽ വളരെയേറെ സന്തോഷവും ആനന്ദവും അതിലേറെ പലപ്പോഴും രസകരവുമായി തോന്നുന്ന ശാസ്ത്രശാഖയാണ് സ്പിരിച്വൽ സയൻസ് അഥവാ ആത്മീയ ശാസ്ത്രം. തിയോളജി ദൈവശാസ്ത്രം എന്ന പേരിൽ മറ്റൊരു ശാഖ വികസിച്ചിട്ടുണ്ട്. പക്ഷെ കുറേ കൂടി വ്യത്യസ്തമായി ഡയറക്റ്റായിട്ട് തന്നെ അല്ലെങ്കിൽ നേരിട്ട് തന്നെ ആത്മീയ ശാസ്ത്രം സ്പിരിച്വൽ സയൻസ് എന്ന ആശയത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ ഭൗതിക ശാസ്ത്രവും ആത്മീയ ശാസ്ത്രവും രണ്ട് വിഭാഗങ്ങളാക്കി നമുക്ക് തിരിക്കാം. മനുഷ്യൻ്റെ ഭൗതികമായ കാര്യങ്ങളെ സംബന്ധിച്ച് പദാർത്ഥങ്ങൾ മാറ്ററിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായിട്ടുള്ളതെന്നും മാറ്ററും എനർജിയുമാണ് കാഴ്ചപ്പാട് ഐൻസ്റ്റീൻ്റെയൊക്കെ E=mc² എന്നൊക്കെ പറയുന്ന നിർവചനമൊക്കെ ഉണ്ടല്ലോ. അതിന് സമാനമായി ആത്മീയശാസ്ത്രത്തിലും നിരവധി ഉദാഹരണങ്ങൾ കാണാൻ കഴിയും. അണു മുതൽ അണ്ഡകടാകം വരെ, അണ്ഡം മുതൽ ബ്രഹ്മാണ്ഡം വരെ എന്നൊക്കെ പറയുന്ന വളരെ വിശാലമായ കാഴ്ചപ്പാടുകൾ ആത്മീയശാസ്ത്രത്തിലും കിടപ്പുണ്ട്. ആറ്റത്തിൻ്റെയും തന്മാത്രകളുടെയും ന്യൂട്രോണിൻ്റെയും ഇലക്ട്രോണിൻ്റെയും പ്രോട്ടോണിൻ്റെയൊക്കെ അവസ്ഥകളെക്കുറിച്ചും അവയാണ് പ്രപഞ്ചമെന്നും പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളുമെന്നും ഭൗതികശാസ്ത്രവും ആത്മീയശാസ്ത്രവും ഏകദേശം തുല്യമായി തന്നെ സമ്മതിക്കുന്നു. ആത്മീയശാസ്ത്രത്തിൽ പ്രപഞ്ചത്തെയും മനുഷ്യനെയും തമ്മിലുള്ള ബന്ധങ്ങളെക്കുറിച്ച്, മനുഷ്യന് ശരീരവും മനസ്സും ഉള്ളതുപോലെ തന്നെ അതിനപ്പുറമുള്ള എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള അന്വേഷണവും, അവിടെ നിന്ന് ജീവനും ആത്മാവും ഉണ്ടെന്നുള്ള നിഗമനങ്ങൾ, മനുഷ്യനങ്ങനെ സ്പിരിറ്റ്, ഒരു സോൾ, ഒരു ആത്മാവുണ്ടെങ്കിൽ ഈ പ്രപഞ്ചത്തിനൊരു ആത്മാവുണ്ടോ എന്നുള്ള അന്വേഷണം. ഇപ്പോൾ പ്രപഞ്ചത്തിനൊരു ആത്മാവുണ്ട്, അതിനെ പരമാത്മാവ് അല്ലെങ്കിൽ എറ്റേണലായിട്ടുള്ള സോൾ എന്ന ഏറ്റവും ആത്യന്തികമായിട്ടുള്ള അവസാനത്തെ സോൾ അല്ലെങ്കിൽ ഏറ്റവും പരമമായിട്ടുള്ള സോൾ എന്ന് കണക്കാക്കി എറ്റേണൽ സോൾ, പരമാത്മാവെന്ന കാഴ്ചപ്പാട്. പിന്നെ നിരവധി ഫിലോസഫിക്കലായിട്ടുള്ള തത്വശാസ്ത്രപരമായ കാഴ്ചപ്പാടുകൾ, ദ്വൈത സിദ്ധാന്തം, അദ്വൈത സിദ്ധാന്തം, വിശിഷ്ടാദ്വൈത സിദ്ധാന്തം, അങ്ങനെ നിരവധി സിദ്ധാന്തങ്ങൾ വന്നിട്ടുണ്ട്. ബുദ്ധിസം, ജൈനിസം, ഇങ്ങ് വരുമ്പോൾ ഗാന്ധിസം വരെ നമുക്ക് വേണമെങ്കിൽ അതിനകത്ത് പറയാം. ഗാന്ധിസം, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് തത്വചിന്തകൾ. മാർക്സിസത്തിൻ്റെ തന്നെ കുറച്ച് ഭാഗങ്ങൾ എടുത്താൽ, കുറേ ഭാഗം എടുത്താൽ ഭൗതികമായ കാര്യങ്ങളാണ്, വൈരുദ്ധ്യാത്മീയ ഭൗതികവാദവും മറ്റു കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. പക്ഷേ വേറെ കുറേ കാര്യങ്ങൾ എടുത്താൽ, കരുതൽ, പങ്കുവയ്ക്കൽ, പ്രകൃതിയെക്കുറിച്ച് പറയുന്ന കുറേ കാര്യങ്ങൾ, അങ്ങനെ വേറെ കുറേ കാര്യങ്ങൾ എടുത്താൽ അതും ആത്മീയ ശാസ്ത്രത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അതുപോലെ തന്നെ ബൈബിൾ എടുത്താലും അതിനകത്തും കുറേയധികം ആത്മീയ ശാസ്ത്ര കാര്യങ്ങളുണ്ട്. ഖുർആൻ എടുത്താലുമുണ്ട്. ഭാരതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ധാരാളം അത്തരത്തിലുള്ള ആത്മീയ ശാസ്ത്ര പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അന്വേഷണമുണ്ട്. ഋഷിമാരായാലും ആചാര്യന്മാരായാലും ഗുരുക്കന്മാരായാലും എല്ലാവരും അന്വേഷകരായിരുന്നു. വളരെ സ്വതന്ത്രമായ അന്വേഷണം നടത്തിയവരാണ്. എന്താണ് ഈ പ്രപഞ്ചം പഞ്ചഭൂതങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണെന്ന്, ആകാശവും ഭൂമിയും വെള്ളവും അഗ്നിയും മണ്ണും അങ്ങനെ കാറ്റും ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് വസ്തുക്കളിൽ ആണ് ഭൂമി സൃഷ്ടിക്കപ്പെടുന്നതെന്നും മനുഷ്യനും അതിൻ്റെ ഭാഗമാണെന്നും മനുഷ്യൻ്റെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഇതെല്ലാം കാണാൻ പറ്റുമെന്നും കേൾക്കാൻ പറ്റുമെന്നും അനുഭവിക്കാൻ പറ്റുമെന്നും ഒക്കെ പറയുന്ന വ്യത്യസ്തമായൊരു ശാസ്ത്രം, ആത്മീയ ശാസ്ത്രം ഭാരതത്തിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിൽ മനുഷ്യൻ്റെ ഗുണങ്ങളെ സംബന്ധിച്ച്, മനസ്സിൻ്റെ ഗുണങ്ങളെ സംബന്ധിച്ചൊക്കെ ആദിശങ്കരൻ സ്വാമികൾ വളരെ കൃത്യമായി സാത്വിക ഗുണവും രജോ ഗുണവും തമോ ഗുണവും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വേർതിരിച്ചിട്ടുണ്ട്. അങ്ങനെ മനുഷ്യൻ്റെ ഗുണത്തെ, സ്വഭാവത്തെ, സ്വാതന്ത്ര്യത്തെ വളരെ ഗൗരവമായ തോതിൽ ഭാരതത്തിൽ ഋഷീശ്വരന്മാരായ ഗുരുക്കന്മാരായ ആത്മീയ ശാസ്ത്രജ്ഞന്മാർ പഠനവിധേയമാക്കിയിട്ടുണ്ട്. സ്വാമി വിവേകാനന്ദൻ മോക്ഷമാർഗത്തെ സംബന്ധിച്ചും മനുഷ്യൻ്റെ ജീവിതത്തെയൊക്കെ സംബന്ധിച്ചും വളരെ ഗൗരവമായ പഠനങ്ങളും അന്വേഷണമാണ് നടത്തിയത്. ജ്ഞാനയോഗം, കർമ്മയോഗം,
ഭക്തിയോഗം, രാജയോഗം തുടങ്ങിയിട്ടുള്ള ജീവിത മാർഗങ്ങളും ലക്ഷ്യങ്ങളും വളരെ ഗൗരവമായി വികസിപ്പിച്ചിട്ടുണ്ട്. പ്രവൃത്തി എന്നതുപോലെ തന്നെ നിവർത്തി എന്താണ്? അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാം വെട്ടിപ്പിടിക്കുവാനും എല്ലാം എടുത്തു വയ്ക്കുവാനും ഇഷ്ടമുള്ളത് കഴിക്കുവാനും ഇഷ്ടമുള്ളത് എടുക്കുവാനും ഇഷ്ടമുള്ളതെല്ലാം ചെയ്യുവാനുമുള്ളതാണോ സ്വാതന്ത്ര്യം? അത് ഭൗതിക സ്വാതന്ത്ര്യം. ആത്മീയ സ്വാതന്ത്ര്യം മറ്റൊരു ഘടകമാണ്. പ്രവൃത്തി എന്ന് പറയുന്നത് ഭൗതിക ശാസ്ത്രത്തിൽ പറയുന്നതാണ്, ആക്ഷൻ. എന്നാൽ കർമ്മത്തിൽ നിവർത്തി എന്നൊരു കാഴ്ചപ്പാട് കൂടെയുണ്ട്. പ്രവർത്തിക്കുക, നിവർത്തിക്കുക. ആ കാഴ്ചപ്പാട് ആത്മീയ ശാസ്ത്രമാണ്. അപ്പോൾ അതുപോലെ തന്നെ മനുഷ്യൻ്റെ പുനർജന്മമുണ്ടോ? പുനർജന്മമുണ്ടെങ്കിൽ കഴിഞ്ഞ ജന്മമുണ്ടായിരുന്നോ? പ്രപഞ്ചത്തിൻ്റെ തുടക്കം എവിടെയാണ്? ഒടുക്കം എവിടെയാണ്? അങ്ങനെ തുടക്കമുണ്ടോ? ഒടുക്കമുണ്ടോ? തുടക്കമുണ്ടായിരുന്നെങ്കിൽ അതിനു മുമ്പ് എന്തായിരുന്നു? ഒടുക്കമുണ്ടെങ്കിൽ ഇനി എന്താണ്? അതിനുശേഷം എന്തായിരിക്കും? ഇങ്ങനെയുള്ള ഒരുപാട് ചിന്തകൾ ആത്മീയ ശാസ്ത്രത്തിൽ കയറി വന്നിട്ടുണ്ട്. എല്ലാം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ രൂപപ്പെടുന്നു, കുറച്ചു കാലം നിലനിൽക്കുന്നു, അപ്പോൾ അതിനൊരു ഭാവവും രൂപമൊക്കെ ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞ് അതിൻ്റെ രൂപവും ഭാവം മാറുന്നു. അതിനാണ് സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്നൊക്കെ പറഞ്ഞ് അതിന് ദേവന്മാരെയൊക്കെ സങ്കല്പിച്ചുകൊണ്ട് ബ്രഹ്മ, വിഷ്ണു, മഹേശ്വര എന്നൊക്കെ പറയുന്ന ദേവന്മാരെയും അതുപോലെ തന്നെ അതിന് സമാന്തരമായി തന്നെ ലക്ഷ്മി, സരസ്വതി, ഉമാ ദേവിമാരെയും ഒക്കെ സങ്കല്പിച്ചുകൊണ്ടുള്ള മറ്റ് കുറേയധികം കാര്യങ്ങൾ കൂടി അതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നു. അപ്പോൾ ആത്മീയ ധർമ്മം, മനുഷ്യന് ധർമാനുഷ്ഠാനമായി മനുഷ്യൻ എങ്ങനെ ജീവിക്കണം, എന്തൊക്കെ ധർമ്മങ്ങളാണ് മനുഷ്യൻ ഉയർത്തിപ്പിടിക്കേണ്ടത്, അല്ലെങ്കിൽ മനുഷ്യൻ ചേർത്ത് വയ്ക്കേണ്ട ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? അതിൽ പുത്രധർമ്മം, ഭർത്തൃധർമ്മം, ഭാര്യധർമ്മം, സർക്കാരിൻ്റെ ധർമ്മം, രാജാവിൻ്റെ ധർമ്മം, പിന്നെ എല്ലാവരുടെയും, അമ്മമാരുടെയും സകലവരുടെയും ധർമ്മം എന്താണ്? ഡോക്ടറുടെ ധർമ്മം, എഞ്ചിനീയറുടെ ധർമ്മം, എല്ലാവരുടെയും അങ്ങനെ വ്യക്തിപരമായി എടുക്കുന്ന ധർമ്മവും കൊണ്ട് ഒരു സമൂഹം എന്തൊക്കെ ധർമ്മം കൊണ്ടുപോകണം, ഒരു കുടുംബം എന്തൊക്കെ ധർമ്മം പാലിക്കണം, ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ ഗൗരവമായി തന്നെ പഠന വിധേയമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഭാരതത്തിൽ ഋഷീശ്വരന്മാരുടെ കാലം മുതൽ വേദങ്ങളുടെ രൂപത്തിൽ, ഇതിഹാസങ്ങളുടെ രൂപത്തിൽ, ആളുകൾക്ക് മനസ്സിലാകാനുള്ള പുരാണങ്ങളുടെ രൂപത്തിൽ, പുരാണങ്ങളെ തന്നെ നമുക്ക് 3 ഭാഗങ്ങളായി തിരിക്കാം. ഒന്ന്, പുരാണങ്ങളിൽ ഒരുപാട് മിത്തുകളുണ്ട്. ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി, എക്സാജറേറ്റ് ചെയ്ത് മനസ്സിലാക്കാൻ വേണ്ടി ഒരുപാട് മിത്തുണ്ട്. ചരിത്രമുണ്ട്, കൃത്യമായ ചരിത്രമുണ്ട്. കുറേ കഥകളുണ്ട് അതിനകത്ത്. പുരാണത്തെ പല രൂപത്തിൽ നമുക്ക് വേർതിരിക്കാൻ പറ്റും. മിത്തുണ്ട്, ചരിത്രമുണ്ട്, കഥകളുണ്ട്, യാഥാർത്ഥ്യങ്ങളുണ്ട്. അപ്പോൾ മനുഷ്യന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. കഥ കേട്ടാൽ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവുമല്ലോ. അപ്പോൾ കഥയുടെ രൂപത്തിലുള്ള പുരാണങ്ങളുണ്ട്, ബ്രാഹ്മണ്യമുണ്ട്, ആരണ്യകമുണ്ട്, വേദങ്ങളുണ്ട്, ഉപനിഷത്തുകളുണ്ട്. ഇങ്ങനെ വലിയ ശാസ്ത്രശാഖ തന്നെയുണ്ട് ഭാരതത്തിൽ. വൈഷ്ണവ സിദ്ധാന്തമുണ്ട്, ശൈവ സിദ്ധാന്തമുണ്ട്, ശാക്തേയ സിദ്ധാന്തമുണ്ട്, ആദിപരാശക്തിയുടെ സിദ്ധാന്തമുണ്ട്. ഇങ്ങനെ ഒരു സിദ്ധാന്തങ്ങളുടെ ആത്മീയ ശാസ്ത്രം പരിശോധിച്ചാൽ, ഭാരതത്തിൻ്റെ ആത്മീയ ശാസ്ത്രം പരിശോധിച്ചാൽ സിദ്ധാന്തങ്ങളുടെ ഒരു പ്രളയമാണ്. അപ്പോൾ അങ്ങനെ വളരെ ഗൗരവമായ അന്വേഷണം നടത്തിയിരുന്നു. എന്താണ് അന്വേഷണം? ആരാണ് ഞാൻ, ആരാണ് നീ, ആരാണ് ഞങ്ങൾ, ആരാണ് നിങ്ങൾ എന്നുള്ള മനുഷ്യൻ്റെ ഭൗതികമായ ജീവിതത്തിനപ്പുറം എന്താണ് മനുഷ്യർ നേരിടുന്ന ദുഃഖം, എങ്ങനെയാണ് ഈ ദുഃഖം ഇല്ലാതാക്കുക, ഈ പ്രപഞ്ചത്തിൻ്റെ മറ്റ് ശക്തികളുണ്ടോ, പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പ് എങ്ങനെയാണ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ആയിരക്കണക്കിന് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുന്നൊരു ശാസ്ത്രശാഖയാണ് ഈ ആത്മീയ ശാസ്ത്രം. അത് പരിഷ്കരിക്കുന്നതാണ്, വളരുന്നതാണ്, ഒരു ഘട്ടത്തിൽ നിന്ന് അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നതാണ്. നേതി എന്ന് തന്നെയാണ് പറയുന്നത്. ഇതല്ല, ഇത് എന്ന് പറയാറില്ല. തീർന്നു, കഴിഞ്ഞു, അല്ലെങ്കിൽ ഇതാണെന്ന് പറയാറില്ല. ഭൗതികശാസ്ത്രം പറയുന്നത് ഇതാണെന്ന് പറയും. ഇതാണ് കണ്ടുപിടിച്ച് തന്നിരിക്കുന്നത് ഇതാണ്. പക്ഷേ ആത്മീയ ശാസ്ത്രം പറയുന്നത് ഇതല്ല, ഇതിനപ്പുറമുണ്ട്. അതൊരു അന്വേഷണത്തിൻ്റെ ശാസ്ത്രവുമാണ്. ഭൗതികശാസ്ത്രം കണ്ടുപിടുത്തങ്ങളുടെ, സാങ്കേതിക വിദ്യകളുടെ ശാസ്ത്രമായി നിൽക്കുമ്പോൾ, ആത്മീയ ശാസ്ത്രം മറ്റൊരു സ്ട്രീമാണ്. അത് വിശ്വാസങ്ങളുടെയും സങ്കല്പങ്ങളുടെയും ദർശനങ്ങളുടെയും ഒക്കെ വേറൊരു സ്ട്രീമാണ്. അപ്പോൾ അത് രണ്ട് സ്ട്രീമായിട്ടാണ് പോകുന്നത്. ഒരിക്കലും
രസതന്ത്രം ഉപയോഗിച്ച് ഭൂമിശാസ്ത്രം ഉപയോഗിച്ച് ഭൗതികശാസ്ത്രവും ഭൗതികശാസ്ത്രം ഉപയോഗിച്ച് പിന്നെ മറ്റേ മെഡിക്കൽ സയൻസും അങ്ങനെ നമുക്ക് വിലയിരുത്താൻ പറ്റില്ലല്ലോ. രണ്ടും രണ്ട് സ്ട്രീമാണ്. ഒന്ന് ഫിലോസഫിക്കലായിട്ടുള്ള ഐഡിയോളജിക്കലായിട്ടുള്ള മാനവരാശിയുടെ ദുഃഖം, മനസ്സ്, ചിന്ത, ബുദ്ധി അങ്ങനെ തുടങ്ങിയിട്ടുള്ള മനുഷ്യൻ്റെ ആയി ബന്ധപ്പെട്ട ആത്മീയമായി അല്ലെങ്കിൽ മനുഷ്യൻ്റെ മനസ്സുമായി ആത്മാവുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തിയിട്ടുള്ള ജീവനുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ശാസ്ത്ര കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ജീവിത സാഹചര്യം, ജീവിതചര്യ, എന്തൊക്കെ ചിട്ടകൾ കൊണ്ടുപോകണം, അത്തരം കുറേ കാര്യങ്ങളാണ് അതിനകത്ത് പറയുന്നത്. ശീലങ്ങൾ, നമ്മുടെ വിചാരങ്ങൾ, വികാരങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന പിന്നെ ഈ പ്രപഞ്ചത്തിന് ശക്തികളുണ്ടോ, ശക്തികളുടെ പേരെന്താണ്, അതിനെ ഏത് രൂപത്തിൽ കാണാൻ പറ്റും, ഏത് രൂപത്തിൽ നമ്മളതിനെ ബഹുമാനിക്കണം, ആദരിക്കണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നതാണ് ആത്മീയശാസ്ത്രം. ഭൗതികശാസ്ത്രം തികച്ചും ഭൗതികമായ കാര്യങ്ങൾ പറയുന്നതാണ്. ഇപ്പോൾ ഈ രണ്ട് ശാസ്ത്രശാഖകളുണ്ട്. ആത്മീയശാസ്ത്രത്തിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ അടുത്ത തുടർ വരുന്ന വീഡിയോകളിൽ അവതരിപ്പിക്കുന്നതാണ്.